പ്രസവശേഷം സെലിബ്രിറ്റീസിനൊക്കെ അവരുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? Breastfeeding actually makes you lose a burn a lot of calories. So that I think did half of it. Um, നമ്മുടെ ആലിയ ഭട്ട് പോലെയുള്ള കുറേ സെലിബ്രിറ്റീസ് അവരുടെ ഡെലിവറിക്ക് ശേഷം അവരുടെ ബോഡിയൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് കാണാറുണ്ട് അല്ലേ? അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഡെലിവറിക്ക് ശേഷം ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നന്നായി കുഞ്ഞിനെ മുലയൂട്ടുന്നത് വഴി നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഫാറ്റിനെ നമുക്ക് കളയാൻ പറ്റും. പക്ഷേ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടായിരിക്കരുത് അത് ചെയ്യുന്നത്. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. ഒരു ന്യൂട്രീഷ്യസ് വാല്യൂ ഇല്ലാത്ത ഷുഗർ പോലുള്ള സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതിന് പകരം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, റോ ആയി കിട്ടുന്ന സാധനങ്ങൾ, അതുപോലെ പ്രോട്ടീൻ, ഇതിൻ്റെ എല്ലാം അളവ് കൂട്ടുന്നത് നമുക്ക് ഡെലിവറിക്ക് ശേഷം വെയിറ്റ് ലോസിന് സഹായിക്കും. നമ്മുടെ കുഞ്ഞിന് നല്ല രീതിയിലുള്ള മുലപ്പാൽ കിട്ടുകയും ചെയ്യും. എപ്പോഴാണ് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു 6 ആഴ്ച, അതല്ല സിസേറിയൻ അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറീസ്, ഇതിനൊക്കെ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എപ്പോഴും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറോട് ഒന്ന് കൺസൾട്ട് ചെയ്യുക. അപ്പം ഇനീഷ്യലി തന്നെ പ്രസവ രക്ഷ എന്നുള്ള പേരിൽ നമ്മളെ ഇങ്ങനെ മലർത്തി കിടത്തുന്ന സമ്പ്രദായം ഒഴിവാക്കുക. നമ്മൾ നോർമൽ ഡെലിവറി കഴിഞ്ഞാലും സിസേറിയൻ കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടക്കാം. അപ്പോൾ ഒരു 20 to 30 മിനിറ്റ്സ് നടത്തം ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, യോഗ ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മസിൽസ് ലൂസായി പോകുന്നത്. നമ്മുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസവശേഷം ബാക്ക് പെയിൻ വരുന്നതും എല്ലാം നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കുറവായതുകൊണ്ടാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ആയിട്ടുള്ള അയൺ, അതുപോലെ തന്നെ കാൽഷ്യം, വൈറ്റമിൻ ഡി ഇതെല്ലാം കഴിക്കാം. ഇതെല്ലാം നമ്മുടെ ബോഡിയെ നല്ല ഒരു സ്റ്റേച്ചറിലേക്ക് കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യാനും സഹായിക്കും. ഡയറ്റും എക്സസൈസും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉറക്കവും. നമ്മുടെ ബോഡിക്ക് കുറച്ച് റെസ്റ്റും വേണം. പക്ഷേ ഈ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള പാലൂട്ടലും രാത്രിയിൽ ഇടയ്ക്കിടയ്ക്കുള്ള കരച്ചിലും കാരണം ഉറക്കം ശരിയാവണമെന്നില്ല. അപ്പോൾ കുഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളും കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ സ്ട്രെസ് റിഡക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ തടി മെലിയുന്നില്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് പ്രോബ്ലംസ് ആണല്ലോ അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തിക്കാതെ കുറച്ച് നമ്മുടെ സ്ട്രെസ് ലെവൽസിനെ കൂടി ഒന്ന് കുറച്ച് വെക്കുക. ഇതെല്ലാം നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും.